ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കഥ சொல்லட்டுமா? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓരോ വിഡ്ഢിത്തങ്ങൾ കേട്ടിട്ടാണ്, ഇവരുടെ വിഡ്ഢിത്തങ്ങൾ കണ്ടിട്ടാണ് ഈ ചിരി വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഇവരുടെ കേസ്. ഈ ഡേറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. 27, ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം, 27/9/2024 മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ ഇതല്ലല്ലോ, ഇവർ വാദിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്നതാണ്. വാദിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്നത്. ഇവരുടെ കയ്യിലെല്ലാം രേഖകളും ഉണ്ട്. രേഖകളില്ല, പക്ഷേങ്കിൽ വാദിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുകയാണ് രേഖകളില്ലാതെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്നിട്ട് കിട്ടിയത് 800 അങ്ങനെ എന്തോ കേസ് നമ്പറാണ്. അപ്പോൾ അന്ന് ശരിയായിട്ടില്ല. എന്നിട്ട് പിന്നെ വന്നത് നമ്മുടെ പിന്നീട്ട് ഇവർ അർജൻറ്റായിട്ട് വാദിക്കണം, നമ്മൾ മുട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇവർ ഇന്ന് കേസ് നീട്ടി വെച്ചിരിക്കുന്നത് 27/9. ശ്രദ്ധിക്കണേ, 27/9 വെച്ചിരിക്കുന്ന കേസ് ഇവർ 28/10 മാറ്റി വെച്ചു. 28/10. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നാണ് ശരിക്ക് ജഡ്ജി ഈ കേസ് ഒന്നുകൂടി എടുത്ത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ മനസ്സിലായി, ഇത് നമ്മളെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ പണിയാണ്. ഇത് നമ്മുടെ ജുഡിറിക്ഷനിൽ വരുന്ന കേസല്ല, ഇത് ബഡ്സ് കേസാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ ഇതിനായിട്ടൊരു കോടതിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനവിടെ ജഡ്ജിമാരെയും വക്കീലന്മാരെയും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് അവിടെ പോകേണ്ട കേസാണ്, ഇത് ഇവിടെ കറങ്ങി കളിക്കേണ്ട കേസല്ല എന്ന് ഇന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് ഈ കേസ് കിട്ടുകിട്ടാ ഉറപ്പിക്കുന്ന വക്കീലാണ്. ഞാനിതിന്ന് ലൈവ് കണ്ടപ്പോൾ ഈ വക്കീൽ ഇത് എടുത്തിട്ട് അങ്ങ് ചാടൂലേ, ആ സമയത്ത് വിറപ്പിക്കുന്ന വക്കീൽ വന്നുകൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നാ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടാണ് ശരിക്കും വിറക്കുന്നുണ്ടായിരുന്നു. അയാൾ അത് എടുത്തിട്ട് അങ്ങോട്ട് 28/10 ചാടുന്ന സമയത്ത് വിറക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കോമഡിയായി പോയി. എന്നാലും ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കേസ് തീരാതെ തന്നെ ഒക്ടോബർ 15 പോളിംഗും വരുന്നാണ് പറഞ്ഞത്. ഒക്ടോബർ ആകുമ്പോഴേക്ക് മഴയൊക്കെ തീരും. പൂളിൽ വെള്ളം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. പൂളിൽ വെള്ളമെല്ലാം പറ്റും. ഒക്ടോബർ ആകുമ്പോഴേക്ക് മഴയെല്ലാം തീരും. എന്തായാലും വളരെ സന്തോഷമായില്ലേ ഹൈറിച്ചോളികളെ, വളരെ നന്നായിട്ടുണ്ട്. ഇത് ഈ തെണ്ടികളൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേപ്പോട്ട് ചില ആൾക്കാരൊക്കെ ചെറിയ ലീഡർമാരൊക്കെ പൂളിംഗം കാത്തുനിന്നിട്ട് മയ്യത്തായി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതിന് വേണ്ടി കാത്തിരിക്കുക മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും കിട്ടും, അത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ.